നമസ്കാരം. ജാതക കഥകളിലെ 95-ാമത്തെ കഥ രണ്ടു രാജാക്കന്മാർ. വാരണാസിയിലെ രാജാവായ ബ്രഹ്മദത്തൻ്റെ മകനായി ബോധിസത്വൻ ജനിച്ചു. അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജാവായി. ബോധിസത്വൻ നീതിനിഷ്ഠയോടെ ധർമ്മബുദ്ധിയോടെ സമർത്ഥമായി രാജ്യം ഭരിച്ചു. അക്കാലത്ത് ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും പരാതിയില്ല, സങ്കടമില്ല, രോഗങ്ങളോ ദുരിതങ്ങളോ ഇല്ല. കോടതിയും തടവറയും വെറുതെ കിടന്നു. ആശുപത്രികളും ആതുരാലയങ്ങളും ഒഴിഞ്ഞു കിടന്നു. ക്ഷേമവും സമൃദ്ധിയും എങ്ങും കളിയാടി. എങ്കിലും ബോധിസത്വന് തൃപ്തിയായില്ല. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ധർമ്മം ഞാൻ പരമാവധി നന്നായി അനുഷ്ഠിക്കുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അതുകൂടി അറിഞ്ഞാൽ കുറെ കൂടി ക്ഷേമകരമായി ഭരണം നടത്താം. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ കുറവുകൾ അന്വേഷിച്ചു. ആദ്യം രാജസദസ്സിനോട് ചോദിച്ചു. ആരും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും കുറവുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് അവർക്ക് കുറ്റങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനായില്ല. പിന്നെ അദ്ദേഹം നഗരത്തിലും ഗ്രാമങ്ങളിലും അന്വേഷിച്ചു. എങ്ങും ആരും രാജാവിന് ഒരു കുറവും കണ്ടില്ല. അങ്ങനെ രാജാവ് തൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അയൽ രാജ്യത്തേക്ക് പോയി. അപ്പോഴാണ് കോസല രാജ്യത്തെ രാജാവായ മല്ലികനെ ബോധിസത്വൻ കണ്ടുമുട്ടിയത്. ആ രാജാവും തൻ്റെ കുറവുകൾ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയത് ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ചാണ്. എത്ര ഒതുങ്ങി നിന്നാലും പരസ്പരം വഴി കൊടുക്കാൻ കഴിയില്ല. വഴി അത്രമേൽ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും നിന്നു. ആരെങ്കിലും ഒരാൾ പുറകോട്ട് മാറണം, എങ്കിലേ മറ്റേ ആൾക്ക് കടന്നു പോകാനാവൂ. ആര് പിന്നോട്ട് പോകും? അവർ ആലോചിച്ചു. പ്രായം കുറഞ്ഞയാൾ പുറകോട്ട് മാറി വഴി കൊടുക്കുക എന്ന തീരുമാനത്തിലെത്തി. അതിനുവേണ്ടി രണ്ടുപേരും പരസ്പരം വിവരങ്ങൾ അറിയിച്ചു. അത്ഭുതം തന്നെ, രണ്ടുപേരും ഒരേ പ്രായക്കാർ. എന്തിന്, ജനന സമയം പോലും ഒന്ന് തന്നെ. ജാതിയിലും പ്രശസ്തിയിലും കുലമഹിമയിലും രണ്ടുപേരും തുല്യർ. ഇനി എന്തു ചെയ്യും? കൂടുതൽ നന്മയുള്ളതാരോ ആ ആൾക്ക് വഴിയൊഴിഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി കോസല രാജാവ് തൻ്റെ നിലപാടറിയിച്ചു. ഞാൻ നന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നു, തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ബോധിസത്വൻ പറഞ്ഞു, എന്നോട് തിന്മ ചെയ്യുന്നവരോടും ഞാൻ നന്മ ചെയ്യുന്നു. അത് കേട്ട കോസല രാജാവിന് തൻ്റെ കുറവ് മനസ്സിലായി. അദ്ദേഹം പിന്നോക്കം നടന്നു. ബോധിസത്വന് വഴി കൊടുത്തു. ബോധിസത്വൻ കോസല രാജാവിനെ വണങ്ങിയിട്ട് തൻ്റെ അന്വേഷണം തുടരാനായി യാത്രയായി. നന്ദി.